പാരാസൈക്കോളജി ടേമായ പോൾട്ടർഗിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പോൾട്ടർഗിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോയ്സി, പോൾട്ടർ എന്ന് പറഞ്ഞാൽ നോയ്സി, ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ്. ഇതൊരു ജർമ്മൻ വേർഡാണ്. ജർമ്മൻ വേർഡാണ് സൗണ്ടുകൾ ഉണ്ടാക്കുക, അതുപോലെ നോക്ക് ചെയ്യുക, വാതിൽമ നോക്കിയിട്ടായിട്ട് സൗണ്ട് കേൾക്കുക, ഇങ്ങനത്തെയൊക്കെ കേൾക്കലാണ് പോൾട്ടർ എന്ന് പറഞ്ഞാൽ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റിൻ്റെ മുഖാന്തരമാണ് ഉണ്ടാവണേ. അപ്പം അതെന്താണെന്ന് അറിയാനായിട്ട് എന്നെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പം ഒരു ഹോണ്ടഡ് ഹൗസാണ്. ഹോണ്ടഡ് ഹൗസിൽ ഞാൻ പോവുകയുണ്ടായപ്പോൾ അവിടെ എൻ്റെ നേരിട്ടുള്ള സംഭവമാണ്. സാധനങ്ങൾ നമ്മളറിയാണ്ട് തന്നെ ഞാൻ നോക്കി നിൽക്കെ തന്നെ സാധനങ്ങൾ മൂവ് ചെയ്യണു. ഫാൻ തന്നെ ആൾട്ടർനേറ്റ് കറങ്ങണ സൈസല്ല, റിട്ടേൺ ആയിട്ട് കറങ്ങണു. അങ്ങനെ പിന്നെ സൗണ്ടുകൾ ഉണ്ടാക്കണു. പിന്നെ പൈപ്പ് തന്നെത്താൻ തുറന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരുടെ താമസിക്കുന്ന ആൾക്കാരൊന്നും അവിടെ താമസിക്കണില്ല. അവരൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ചെയ്യണത്. പിന്നെ അവിടെ വെച്ച് പല സംഭവങ്ങളുണ്ടായി. ആ നോയ്സ് കൂടുതലായിട്ട് വന്നു. അതെന്താണ് ഈ നോയ്സ് കൂടുതലായിട്ട് വരുന്നത്? അവിടെ അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ള കാരണമാണ് നോയ്സ് കൂടുതലായിട്ട് വരുന്നത്. അവിടെ പിന്നെ അടുത്തുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴും അവരും പറയണേ ഇവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കാറുണ്ട്, പല സമയത്തും സൗണ്ട് കേൾക്കാറുണ്ട്, ഇങ്ങനത്തെ ഒരു ഇത് കേൾക്കാറുണ്ടെന്നാണ് അവരുടെ വായിൽ നിന്നും വന്നത്. അപ്പോൾ ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രണ്ടാമത് ചെയർ ഇങ്ങനെ കിടന്ന് ഇതാവണമായിട്ടും വെറുതെ ചെയർ മൂവ് ചെയ്യണമായിട്ടും എൻ്റെ കൺമുമ്പേ കാണുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ പോൾട്ടർഗിസ്റ്റ് എന്നുള്ള സംഭവമാണ് സംഭവിക്കുന്നത്. അതെന്താണ്? ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ഒരാൾക്ക്, അയാൾ സൈക്കോകൈനസിസ് എനർജിയുള്ള ഒരാളാണ് താമസിച്ചിരുന്നത്. അതിന് പറയണ ഇൻ്റലിജൻസ് എൻറ്റിറ്റി, അതുള്ള ഒരാളാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അയാളവിടെ താമസിച്ചു. അയാളത് മരിച്ചു പോയിട്ട് അതിന് ശേഷമാണ് ഇവർ താമസം തുടങ്ങിയത്. അപ്പോൾ അയാളവിടെ ചെയ്യണതാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും ഗോസ്റ്റാണത്. ഗോസ്റ്റ് ഓർ സ്പിരിറ്റ് അതാണ് നടത്തിക്കൊണ്ട് വരുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതാണ്. ഇത് സൈക്കോകൈനസിസ് ഫോഴ്സാണ് അവരുടെ. അപ്പോൾ അതാണ് ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കണതും സൗണ്ട് ഉണ്ടാക്കണതും പല രീതിയിലുള്ള ഇതുണ്ടാക്കണതും. അവരുടെ ചെമര് നോക്കിയപ്പോൾ ചെമരിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലീഡിങ് നിന്ന് ചോര വന്ന പോലെ കാണുന്നു. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഗോസ്റ്റിനെ, അത് എൻറ്റിറ്റിയെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അവർ സുഖപ്രദമായിട്ട് ജീവിക്കുന്നു.